രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയരെ, വാൽമീകി രാമായണത്തിൽ നാം കണ്ടത് വനവാസത്തിന് ഒരുങ്ങിയതായിട്ടുള്ള രാമൻ അച്ഛൻ്റെ അടുത്ത് പോയി യാത്ര ചോദിച്ചു. അമ്മയെ നന്നായി നോക്കണം എന്ന് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പോയിട്ട് യാത്ര ചോദിച്ചു. അച്ഛനെ നന്നായി നോക്കണം എന്ന് പറഞ്ഞു. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പുത്രൻ എങ്ങനെ പെരുമാറും എന്ന് അനുഷ്ഠാനത്തോടു കൂടിയിട്ട് കാണിച്ചു തരികയാണ് രാമൻ ഇവിടെ ചെയ്തത്. എന്തായാലും ആ രാമൻ്റെ വനപ്രയാണം ആണ് ഇനി പറയാൻ പോണത്. വനത്തിലേക്കുള്ള പോക്ക്. അതിനെ ചൊല്ലി ആ കൊട്ടാരത്തിൽ എല്ലാവരും വിലപിച്ചു. വലിയ കരച്ചിൽ അവിടെ കേൾക്കാറായി. വിലപിത പരിദേവനാകുലം വ്യസനഗതം തതഭൂസുദുഃഖിതം. വാദ്യഘോഷങ്ങളെ കൊണ്ടും സംഗീതം കൊണ്ടും മുഖരിതമാകേണ്ടതായ അയോധ്യ രാജധാനി പരിദേവനങ്ങളെ കൊണ്ടും കരച്ചിൽ ശബ്ദങ്ങളെ കൊണ്ടും മുഖരിതമായി. അതിനുശേഷോ അധരാമശ്ച സീതാച ലക്ഷ്മണാച്ച കൃതാഞ്ജലി ഉപസംഗൃഹ്യ രാജാനം ചക്രുർദീനാ പ്രദക്ഷിണം. രാമലക്ഷ്മണ സീത 3 പേരും ആ ദശരഥനെ വലം വെച്ചു, പ്രദക്ഷിണം വെച്ചു. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവം തന്നെയാണ്. ദൈവത്തിനെ അല്ലേ പ്രദക്ഷിണം വയ്ക്കുക, മനുഷ്യനെ പ്രദക്ഷിണം വയ്ക്കുമോ? ഒരു വിഡ്ഢിത്തം കൂടി പറഞ്ഞു ഒരാൾ. മരിച്ചാലല്ലേ ഒരാളെ പ്രദക്ഷിണം വയ്ക്കുക? ഇതാര് പറഞ്ഞു കൊടുത്തു? മരിച്ചാലൊന്നുമല്ല. അച്ഛനമ്മമാരെ നമസ്കരിക്കാറുണ്ടെങ്കിൽ പ്രദക്ഷിണം വെച്ചൂടെ? തൊഴുകാറുണ്ടെങ്കിൽ പ്രദക്ഷിണം വെച്ചൂടെ? അതുമാത്രം എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ജീവിച്ചിരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യാം. അങ്ങനെ അവരെ ഈശ്വരനായിട്ട് കാണണം. നമ്മുടെ ഇടയിലുള്ള ഓരോ തെറ്റിദ്ധാരണ മരിച്ചാലേ പ്രദക്ഷിണം വയ്ക്കാൻ പാടുമെന്ന്. അങ്ങനെയൊന്നുമില്ല. അതിവിടെ ചെയ്തു കാണിക്കുകയാണ്. ചെയ്യാൻ പാടില്ലെങ്കിൽ അവർ ചെയ്യുമോ? തുടർന്ന് അമ്മയെയും പ്രദക്ഷിണം വെച്ചു. കണ്ടോ, 2 ആളെയും പ്രദക്ഷിണം വെച്ചു. അവരെ വളരെയധികം ദുഃഖിച്ച് കൊണ്ട് കണ്ട് രാമന് ദുഃഖമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എല്ലാം ഉള്ളിലൊതുക്കി. ലക്ഷ്മണൻ സുമിത്രയെ വലം വെച്ചു. ലക്ഷ്മണൻ്റെ അമ്മ സുമിത്രയാണല്ലോ, സൗമിത്രി എന്നാണ്. ആ കാൽക്കൽ നമസ്കരിച്ച് സുമിത്രയെയും പ്രദക്ഷിണമൊക്കെ വെച്ചു. അങ്ങനെ വനവാസത്തിന് വിധിക്കപ്പെട്ടവനാണ് പുത്രാ നീയെ എന്ന് സുമിത്ര ദുഃഖത്തോടു കൂടി പറഞ്ഞു. ഈ ലക്ഷ്മണകുമാര, വനവാസത്തിന് വിധിക്കപ്പെട്ട നീന്നെ ഞാൻ തടുത്താൽ നിൽക്കുമോ? വിധി തന്നെയല്ലേ എല്ലാറ്റിലും വലുത്. പക്ഷേ എങ്കിലും നീ ദുഃഖിക്കണ്ട. നീ ഒരു കാര്യം, നിൻ്റെ കൂടെ സദാ ഉണ്ടാവും, ദൈവാധീനം. കാരണമോ, നീ ധർമ്മമാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. നിൻ്റെ പത്നിയായിരിക്കുന്ന ഊർമിളയെ പോലും വിട്ട് നീ ആരുടെ കൂടെ നിന്നു? ജ്യേഷ്ഠൻ്റെ കൂടെ നിന്നിരിക്കുന്നു. ഇത് വളരെ നല്ല ഒരു ധർമ്മം തന്നെയാണ്, സദാചാരമാണ്. ഏഷ ലോകേ സദാം ധർമ്മോ ജ്യേഷ്ഠവശകോ ഭവേൻ. ജ്യേഷ്ഠൻ്റെ വശകമായിട്ട് നിൽക്കുക, ഏട്ടൻ്റെ കൂടെ നിൽക്കുക എന്ന സദ്ധർമ്മത്തെ മുറുകെ പിടിച്ച്. ഊർമിളപ്പ കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടും കൂടിയില്ല. ഈ കൊട്ടാരത്തെ ഉപേക്ഷിച്ച് ഏട്ടൻ പോവുകയാണെങ്കിൽ ഞാനാണ് മുമ്പിൽ കൊട്ടയും കൈക്കോട്ടുമായിട്ട് നടക്കുക എന്ന് പറഞ്ഞ് പോകുന്ന നീയെ ചില അമ്മമാരെന്താ പറയുക, ഏട്ടൻ പൂവാച്ച പൊക്കോട്ടെ, നീ എന്തിനാ പോകണമെന്ന് ചോദിക്കും. ഇവിടെ അങ്ങനെയല്ല സുമിത്ര പറഞ്ഞത്. ഏട്ടാനിയന്മാർ തമ്മിലുള്ള സഹോദര ബന്ധത്തെക്കുറിച്ച് നന്നായി പ്രതിപാദിക്കുന്ന ശാസ്ത്ര രാമായണം. അതുകൊണ്ടാണ് സുമിത്ര നല്ല കാര്യമാണ്. അതുകൊണ്ട് എന്ത് പറഞ്ഞു? ലക്ഷ്മണം തേവ മുക്ത്വാ സംസിദ്ധം പ്രിയരാഘവം സുമിത്ര ഗച്ഛേതി പുനഃപുനരുവാചതം. ലക്ഷ്മണ, പൊക്കോളൂ കേട്ടോ, നീ പൊക്കോളൂ, അത് തന്നെയാണ് നല്ലത്. ഗച്ഛേതി, പോകൂ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഒറ്റയ്ക്ക് ഏട്ടൻ കഷ്ടപ്പെടുമ്പോൾ ഒരു സഹായം വേണ്ടേ? നിനക്കിത് ധർമ്മമാണ്. മാത്രമല്ല ശ്രേയസ്കരവും പരലോകത്തിൽ പോലും സുഖം കിട്ടുന്നതും ആയ കാര്യമാണ്. ആ സമയത്ത് 9-ാമത്തെ ശ്ലോകം
40-ാം സർഗത്തിലെ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ വരരുചി പണ്ട് പറഞ്ഞു കൊടുത്ത ശ്ലോകമാണ് 9-ാമത്തെ ശ്ലോകം 40-ാം സർഗം. ഇതിൽ പറഞ്ഞു, രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാദയതാ സുഖം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാദ യഥാ സുഖം. ഏറ്റവും പ്രധാനപ്പെട്ടതും എവിടെ കൊണ്ടുചെന്ന് എത്തിക്കാവുന്നതുമായ ഒരു ശ്ലോകമാണത്. പുത്ര, ഏട്ടനെ നീ അച്ഛനായിട്ട് വിചാരിക്കണം. മൂത്ത ഏട്ടൻ അച്ഛൻ്റെ സ്ഥാനമാണെന്നാണ് പണ്ട് കണക്കാക്കുക. രാമം ദശരഥം വിദ്ധി, ഏട്ടനായ രാമനെ നീ അച്ഛനായിട്ട് കാണണം. മാം വിദ്ധി ജനകാത്മജാം, ഞാനാണെന്ന് വിചാരിക്കണം. ആരെയെ? ജനകാത്മജയായിട്ടുള്ള സീതയെ. ഞാൻ എൻ്റെ സ്ഥാനത്ത് ജനകാത്മജയെ കാണുക. അയോധ്യാമടവിം വിദ്ധി, ആ കാടിനെ അയോധ്യയായിട്ട് നീ വിചാരിക്കൂ. ഗച്ഛതാദ യഥാ സുഖം, ഇങ്ങനെയാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ആ വനവാസം കഴിക്കാൻ സാധിക്കും. അങ്ങനെ സുഖമായിട്ട് വനവാസം നടത്തി വരൂ കുട്ടി എന്ന് സുമിത്ര അനുഗ്രഹിക്കുകയാണ് പ്രണയ. നാമം ശരഥം വിത്തി, അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ മാം വിത്തി ജനകാത്മജാം, അമ്മയാണ് എന്ന് സീതയെ വിചാരിച്ചാൽ പിന്നെ അവിടെ വല്ല തെറ്റിദ്ധാരണയോ കുഴപ്പമോ ഉണ്ടാവുമോ? എടത്തിയമ്മയെ എങ്ങനെ കാണണം എന്നും കൂടി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന അമ്മയുടെ സ്ഥാനമാണ് എടത്തിയമ്മയ്ക്ക്. പിന്നെ അതൊരു ദുർവിചാരമോ വേറെ വൈദ്യമോ കാര്യമോ അവിടെ ഉണ്ടാവില്ല. അയോധ്യയായിട്ട് വിചാരിക്കുക കാടിനെ, പിന്നെ നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവില്ല. ഈ സമയത്ത് സുമന്ത്രൻ തേര് കൊണ്ടുവന്നു. ഏത് പ്രകാരത്തിലാണ് ഇന്ദ്രൻ്റെ തേര് മാതലി തെളിക്കുന്നത്? ഇന്ദ്രൻ്റെ തേരാളി മാതലി കൊണ്ടുവന്നത് അതേപോലെ തതസ്തു മന്ത്രക്കാകുർത്തം പ്രാഞ്ജലിർവാക്യമബ്രവീൻ, തൊഴുതുകൊണ്ട് പറഞ്ഞു, വിനീതോ വിനയജ്ഞച്ച മാതലീർ വാസവം യഥാ. മാതലി ഇന്ദ്രന് തേര് കൊണ്ടുവരുന്നത് പോലെ തേര് കൊണ്ടുവന്ന് അവിടെ നിർത്തുകയാണ്. താം രഥം ആരോഹ ഭദ്രം ദേ രാജപുത്രമകായശ. സുമന്ത്രനൊക്കെ രാമനെ വനവാസിയായിട്ടല്ല കാണുക, രാജപുത്ര, പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ ഈ സ്ഥാനമൊക്കെ? രാജപുത്ര, ഈ രഥത്തിൽ കയറിയാലും അങ്ങ് രാജപുത്രൻ തന്നെയാണ് ഞങ്ങൾക്ക്, വനവാസിയോ തപസ്വിയോ അല്ല. രാജപുത്ര മഹായേശ, വളരെ കീർത്തിയോട് കൂടിയിട്ടുള്ള രാജപുത്ര, തേരിൽ കയറിയാലും എന്നങ്ങനെ പറയുകയാണ്. അങ്ങ് ആജ്ഞാപിക്കുന്ന സ്ഥലത്ത് ഞാൻ തേര് കൊണ്ടുപോയി നിർത്താം. അങ്ങ് പറയുന്നത് പോലെ തേര് ഞാൻ തെളിക്കാം. ആ ആജ്ഞ അനുസരിക്കേണ്ടവനല്ലേ ഞാൻ എന്ന് ചോദിക്കുകയാണ്. ചതുർദശകി വർഷാണി വർത്തവ്യാനി വനേ ത്വയാ ഉപക്രമിതവ്യാനി യാനി ദേവ്യാ ചോദിത. വനവാസം കൽപ്പിക്കപ്പെട്ടതല്ലേ, അത് നമുക്ക് ആരംഭിക്കാം, ഇനിയും വൈകിക്കണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ആ തേരിൽ സർവാഭരണഭൂഷിതയായിട്ട് സീത കയറുകയാണ്. സീതയ്ക്ക് ആഭരണം വിലക്കിയിട്ടില്ലല്ലോ. തൻ്റെതം സൂര്യസങ്കാശം, സൂര്യനെ പോലെ അലങ്കരിക്കപ്പെട്ട തേരാണ്. വെറുതെ പേരിനൊരു തേരൊന്നുമല്ല, രാജകീയമായ തേര് കൊണ്ടുവരാൻ ദശരഥൻ ആജ്ഞാപിച്ചു. ഒട്ടും കുറയ്ക്കാത്ത നല്ല തേര് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അലങ്കരിക്കപ്പെട്ട സ്വർണ്ണങ്ങളാലും രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട സൂര്യസങ്കാശം, അതാണ് സൂര്യസങ്കാശം എന്ന് പറയാൻ കാരണം. മിന്നിത്തിളങ്ങുന്ന കോടി സൂര്യപ്രഭയോട് കൂടിയിട്ടുള്ള തേരിൽ കയറി സീതാഹൃഷ്ടേന ചേതസാം, സന്തുഷ്ട മനസ്സോട് കൂടിയിട്ട് സീത കയറി. ആരുരോഹ വരാരോഹ കൃത്വാലങ്കാരമാത്മന, അലങ്കാരങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്ത് ആ തേരിലാണ് കയറുകയാണ്. തുടർന്നോ രാമലക്ഷ്മണന്മാരും കയറി എന്നാണ്. താം ആരുരോഹദുസ്തൂർണം പ്രാതരോ രാമലക്ഷ്മണവും. രാമലക്ഷ്മണന്മാർ രണ്ടാവുമ്പോഴാണ് ഈ സംസ്കൃതത്തിൽ ഔ എന്ന് വരിക. പ്രാതരോ രാമലക്ഷ്മണവും. മലയാളത്തിൽ രാമലക്ഷ്മണന്മാർ അല്ലെങ്കിൽ രാമനും ലക്ഷ്മണനും എന്നൊക്കെ പറയണ്ടേ, ഇവിടെ ഔ എന്ന് പറഞ്ഞാൽ രണ്ടാളുമായി. അതാണ് സംസ്കൃതത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു ഔ കൊണ്ട് രണ്ടാളും എന്നുള്ളത് വന്നോളും. രാമലക്ഷ്മണവും രണ്ട് കൂട്ടരും ആ തേരിലാണ് കയറുകയാണ്. അങ്ങനെ വസ്ത്രാഭരണങ്ങൾ 14 കൊല്ലത്തേക്ക് വേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതെല്ലാം വേണ്ട പോലെ ഭാണ്ഡായിട്ടോ പാത്രം എങ്ങനെയൊക്കെ പാക്ക് ചെയ്തിരിക്കുന്നത് ശരിയ എല്ലാം കയറ്റി വെച്ചു. ആയുധങ്ങൾ, കവചങ്ങൾ, അതൊക്കെയും യുദ്ധം വല്ല രാക്ഷസന്മാരെയൊക്കെ എതിർക്കേണ്ടി വരുന്നുണ്ടല്ലോ കാട്ടിൽ, അതിനാണ് ഈ കവചം ധരിക്കണം. ഇങ്ങടെ എന്തെങ്കിലും പ്രയോഗിച്ചാൽ തടുക്കാനായിക്കൊണ്ട് ഉള്ള കവചങ്ങളും ആയുധങ്ങളും ഒക്കെ കയറ്റി വെച്ച് കൈക്കോട്ട്,
ഈ മണ്ണൊക്കെ കിളച്ച് വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണത്. അത്യാവശ്യം ചില ആയുധങ്ങൾ, വെള്ളികളും ചെടികളൊക്കെ വകഞ്ഞ് മാറ്റി വെട്ടി മുറിച്ച് നടക്കേണ്ടി വരും. അതിനാണ് അത്യാവശ്യം ആയുധങ്ങൾ, കൈക്കോട്ട, കൊട്ട മുതലായിട്ടുള്ളതെല്ലാം കയറ്റി വെച്ചു. മൂന്നാളും അതിലങ്ങോട്ട് കയറി സ്വതന്ത്രനും തേരാളിയായിട്ട് ഇതാ പുറപ്പെടുകയാണ്. ആ ഏറ്റവും വേഗത കൂടിയ കുതിരകൾ, രാമൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുതിരകളാണത്. ഈ യാത്രയിലൊക്കെ അവരോടുള്ള സ്നേഹം രാമൻ പ്രകടിപ്പിക്കുന്നുണ്ട്. സൂത അവയ്ക്ക് വെള്ളം കൊടുക്കൂ, അവയെ ബുദ്ധിമുട്ടിക്കാണ്ട് ലേശം നേരം അഴിച്ചു വിടൂ, അവർ കുറച്ചു നേരം നദീതീരത്ത് മേയട്ടെ. രാമന് ആ ജീവകാരുണ്യമുണ്ട് ഇല്ലേ, ഓടിച്ച് അവരെ കഷ്ടപ്പെടുത്തില്ല. അത്യാവശ്യം തീറ്റകൾ കൊടുക്കേണ്ട സമയത്തൊക്കെ കൊടുക്കാൻ പറഞ്ഞ് തലോടി നല്ല സ്വന്തം അവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുതിരകളാണ്. വളരെ മിടുക്കുള്ള കുതിരകൾ, എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരുന്ന അവയെ കൂടി രാമന് സ്നേഹമാണ്. പിന്നെ അച്ഛനമ്മമാരെ സ്നേഹമില്ലാണ്ടിരിക്കുകയോ അയോധ്യാവാസികളെ സ്നേഹമില്ലാണ്ടിരിക്കുകയോ മൃഗങ്ങളെ കൂടി സ്നേഹിക്കുന്നതായിട്ടുള്ള രാമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കുതിരകളെ അവർ വഹിച്ചു എന്നാണ്. എന്നിട്ടോ അയോധ്യ മുഴുവനെ സ്തംഭിച്ചു. ഈ കുതിരകളുടെ കണ്ണിൽ പോലും വെള്ളം വന്നു എന്ന് പറയുകയാണ്. അവയ്ക്കറിയാം രാമൻ പോവുകയാണെന്ന്. മൃഗങ്ങൾക്ക് ചില അറിവുകളൊക്കെ ഉണ്ടാവും, പോവുകയാണ്. ഇതൊന്നും അറിഞ്ഞിട്ടല്ല അവർ, ഈ കാര്യങ്ങളും കഥകളും പുരാണമൊന്നും അവർക്ക് അറിയില്ലാവോ. വനവാസത്തിന് പോയിട്ട് 14 കൊല്ലം വരില്ല എന്നൊന്നും അത്രയ്ക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷേ എന്തോ ഒരു പന്തികേട് അവിടെ തോന്നി. അപ്പോൾ മൃഗങ്ങളടക്കം അതിൽ ആ ദുഃഖത്തിൽ, ആ പരിഭ്രമത്തിൽ പങ്കാളികളായി കണ്ണിന്ന് വെള്ളം വന്നിരുന്നു എന്നാണ്. എന്തായാലും മതയാനകൾ കണ്ടോ, കോപിച്ചിട്ട് വളരെ വേഗത്തിൽ ചിഹ്നം വിളിച്ചു അത്രേ ഉറക്കെ. അവർക്ക് ദേഷ്യവും സങ്കടവും വന്നു. രാമൻ പോവുകയാണെന്നുള്ള ആരമാത്മാവാണേ. അപ്പോൾ ആ ഒരു അറിവ് അവർക്ക് കിട്ടുകയാണ്. സാധാരണ ആളല്ല രാമൻ എന്ന് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ തന്നെയാണ് കഥയിൽ വർണ്ണിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനാണ് മതയാനകൾ ഉറക്ക ചിഹ്നം വിളിക്കണം, അവർക്കറിയോ ഇപ്പോൾ സംഗതി വല്ലതും. പക്ഷെ എന്തോ ഒരു പന്തികേട് അവർക്ക് തോന്നി. അയോധ്യ മുഴുവനും ദുഃഖത്തിലാണ്, അവർക്കറിയാം. നമ്മുടെ ശരീരത്തിലുള്ള തരംഗങ്ങളൊക്കെ അതിനറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ആനയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ അത് സ്നേഹത്തോടെ നമ്മുടെ നേരെ തുമ്പിക്കൈ നീട്ടത്രേ. പഴമോ നാളികേരമൊക്കെ ആണെങ്കിൽ ഒരു കല്ലെടുത്തിട്ടൊന്ന് ചെന്ന് നോക്കൂ നിങ്ങൾ, അത് അടുത്ത് എത്രേൻ്റെ മുമ്പ് ഞങ്ങളെ ആക്രമിക്കുമെന്നാണ് ആനയെ അറിയണവർ പറയണം. എങ്ങനെയാണ് അതിനെ അറിയണം? ഈ കല്ല് കണ്ടിട്ടൊന്നുമല്ല, പിന്നാക്കം പിടിച്ചാൽ മതി. കാണാതെ പിടിച്ചാലും നമ്മുടെ മനസ്സ് അതിനറിയാമെന്ന് പറയണത്. ആനയെ പറ്റി അറിയണവർ പറയണു, സ്നേഹത്തോടു കൂടി എന്തെങ്കിലും കൊടുക്കാൻ ചെന്നാൽ ഒരിക്കലും അത് നമ്മളെ ഉപദ്രവിക്കില്ല. അപ്പം നമ്മുടെ മനസ്ഥിതി അറിയാനുള്ളൊരു കഴിവ് ഉണ്ട്. ആനകൾ ഉറക്ക ചിഹ്നം വിളിച്ചു. തേരങ്ങോട്ട് നീങ്ങുകയാണ്. ആ ജനങ്ങൾ, അയോധ്യാവാസികൾ, അച്ഛൻ, അമ്മ മുതലായിട്ടുള്ളവരെല്ലാം പിന്നാലെ നടക്കുകയാണ്. എത്രത്തോളം ദൂരം പോകാമോ അത്രത്തോളം ദൂരം ഒന്ന് പോവാം. ചിലരൊക്കെ പറഞ്ഞു, സൂത മെല്ലെ തേര് തെളിക്കൂ. എന്തിനാ വേഗത്തിൽ തെളിക്കണത്? കുറച്ചും കൂടി ആ രാമൻ്റെ മുഖം ഞങ്ങൾ കണ്ടോട്ടെ. ഇനി ഞങ്ങൾക്ക് എത്ര കാലം കഴിഞ്ഞിട്ടാണ് കാണാൻ കഴിയുക? കൊണ്ട് ഇത്ര വേഗത്തിൽ തേര് തെളിക്കേണ്ട, പതുക്കെ തേര് തെളിക്കൂ എന്ന് പറഞ്ഞു. ദശരഥനും കൗസല്യയും പിന്നാലെ പോയി. രാമൻ്റെ മുഖം കാണാൻ അവരും ആഗ്രഹിച്ചു. എങ്ങനെയാ രാമമാതാവ് ഇതൊക്കെ സഹിക്കണത്? ഈശ്വര, നമുക്ക് പോലും സഹിക്കാൻ വയ്യ. ഇനി രാമൻ്റെ മാതാവും അച്ഛനും ഒക്കെ എങ്ങനെയാണ് ഇത് സഹിക്കണത്? ഈ മാതാവിൻ്റെ ഹൃദയം എങ്ങനെയാണ് ഇതെല്ലാം താങ്ങുന്നത്? അത് വല്ല കല്ലോ മറ്റാണോ എന്നൊക്കെയുള്ള ചില വർത്തമാനങ്ങൾ അവരൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു, സീത കൃതാർത്ഥയാണ്. കൃതകൃത്യാഹി വൈദേഹി ഛായേവാനുഗതാപതിം. തൻ്റെ പതിയെ ഒരു നിഴൽ പോലെ അനുകരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള സീത ഭാഗ്യവതിയാണല്ലേ എന്നങ്ങനെ പറയാണ്. സൂര്യശോഭ എപ്രകാരം മേരുവിനെ വിട്ടു പോകുന്നില്ലയോ, സൂര്യൻ ഉദിച്ചാൽ മേരുവിൻ്റെ മുകളിൽ സൂര്യൻ ഉദിച്ച പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഈ പ്രകാശത്തെ കാണിക്കാനാണ് ആ ചൊല്ല് ഉപമിക്കുക കാവ്യങ്ങളിലും സംസ്കൃതത്തിലൊക്കെ. എപ്രകാരം മേരുപർവ്വതത്തിന് സൂര്യൻ അന്യമല്ലാണ്ടിരിക്കുന്നുവോ അതേ ശോഭ മേരുപർവ്വതത്തിൽ ചേർന്ന് നിൽക്കുന്നത് പോലെ രാമനോട് ചേർന്ന വൈദേഹി നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ വേറെ ചില ലക്ഷ്മണൻ എന്താ ഒരു കുറവ്? ആ ലക്ഷ്മണനും ഭാഗ്യം ചെയ്തവനല്ലേ? തീർച്ചയായിട്ടും അതും അങ്ങനെ തന്നെയാണ് എന്ന് ചിലർ പറഞ്ഞു. അഹോ ലക്ഷ്മണ സിദ്ധാർത്ഥ സരതം പ്രിയവാദിനം. എപ്പോഴും ഏട്ടൻ്റെ കൂടെ നിൽക്കാൻ സാധിച്ചിട്ട് ലക്ഷ്മണനും തീർച്ചയായിട്ടും ഭാഗ്യമുണ്ട്. നമ്മളോ നിർഭാഗ്യവാന്മാർ, നിർഭാഗ്യവതികൾ. ഈ രാമവിരഹം സഹിക്കേണ്ടി വന്നല്ലോ എന്ന് പറയണം. എവിടെ രാമനുണ്ടോ അവിടെ കാടായാലും സ്വർഗമാണ്. എവിടെ രാമനില്ലയോ അവിടെ എത്ര സൗകര്യമുള്ള നഗരമായാലും നരകമായിട്ട് നമ്മൾക്കിപ്പോൾ തോന്നുന്നല്ലോ.
മഹത്യേഷാകിതേ സിദ്ധിരേഷജാബുദയോ മഹാൻ ഏഷ സ്വർഗസ്യ മാർഗച്ച യഥേനം അനുഗച്ഛസി. ലക്ഷ്മണൻ എന്തായാലും നല്ലത് വരും, സംശയമില്ല. ഭവാൻ ഇത് മഹാസിദ്ധിയാണ് ലക്ഷ്മണ എന്ന് നേരിട്ട് ജനങ്ങൾ പറഞ്ഞു. അങ്ങേക്കിത് വലിയൊരു ഉപാസനയാണ്, വലിയൊരു ഭാഗ്യമാണ്, അങ്ങയ്ക്ക് നന്നാവും. ഈ രാമനെ ഇങ്ങനെ സേവിക്കാൻ സീതയ്ക്കും നല്ലത് തന്നെയാണ് ഉണ്ടാവുക. ദശരഥൻ രാമ 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 എന്ന് വിളിച്ച് ആ വിളി അവിടെ ഇങ്ങനെ അലയടിക്കാൻ തുടങ്ങി. രാമ, വേറെ യാതൊന്നും പറയാൻ നാവ് പൊങ്ങണില്ല. രാമ 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 ഇപ്രകാരം ശബ്ദിച്ചുകൊണ്ട് ആ കരയുന്ന ശബ്ദം സ്ത്രീകളും അത് കേട്ടപ്പോൾ കരയാൻ തുടങ്ങി. എല്ലാവരും കരഞ്ഞുന്ന ശബ്ദം അവിടെ ആകെ അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ഏത് പ്രകാരത്തിൽ രാഹു ചന്ദ്രനെ മറച്ചിരുന്നുവോ, മറച്ചാൽ ചന്ദ്രൻ മറഞ്ഞ് ഇരുട്ടത്താവുന്നുവോ, ഇരുള് പൂണ്ട് അങ്ങനെ നിൽക്കുന്നുവോ, ഇരുളടയുന്നുവോ, അതേപോലെ നൃപൻ മങ്ങി സർവ്വ തേജസ്സും സർവ്വ സന്തോഷവും മുഖത്തു നിന്നും ശരീരത്തു നിന്നും പോയി ശ്രീമാനായിരിക്കുന്ന, ശരിക്കും അയോധ്യ ദശരഥൻ എന്ന് പറഞ്ഞാൽ ശ്രീമാനാണ്. നല്ല ശ്രീമാനും മുഖ കാന്തിയും പ്രൗഢിയും ഒക്കെ തികഞ്ഞിട്ടുള്ള ആളാണ് ദശരഥൻ. ചില്ലറക്കാരനൊന്നുമല്ല, അല്ലെങ്കിൽ രാമൻ്റെ പിതാവാൻ പറ്റുമോ? പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്ന് പറയണം. ശ്രീമാനും തേജസ്വിയുമായിട്ടുള്ള ആ ദശരഥൻ ഇതാ ആകെ വരണ്ട് വറ്റി വിവശനായി തീർന്നിരിക്കുന്നു. വേഗത ഇങ്ങനെ കൂടാൻ തുടങ്ങി തേരിൻ്റെ. അല്ലേ, വാൽമീകി രാമായണത്തിൽ ആ ശരിക്കിങ്ങനെ വർണ്ണിക്കുകയാണ്. അതിങ്ങനെ മുമ്പിൽ കാണുന്നുണ്ടാ തോന്നുന്നു. വേഗം കൂടിയില്ലേ, ട്രെയിനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടി പോണ പോലെ ആദ്യം എല്ലാം പുറപ്പെട്ടു അയോധ്യ, പിന്നെ സ്പീഡ് കൂട്ടി കുതിരയെ തെളിക്കാൻ തുടങ്ങി. സ്പീഡ് ഇങ്ങനെ കൂടി വരുന്നവരും അയ്യോ രാമ നിൽക്കൂ 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 എന്ന് അച്ഛൻ പറയാൻ തുടങ്ങി. തിഷ്ട 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 നിൽക്കൂ നിൽക്കൂ നിൽക്കൂ. ഇപ്പം രാമൻ പറഞ്ഞു ഗച്ഛ 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 ഗച്ഛ, വിട്ടോളൂ സുമന്ത്ര, വിട്ടോളൂ, ഇനിയും ഇവിടെ നിന്നാൽ നമുക്ക് പോകാൻ സാധിക്കില്ല. തിഷ്ട തിഷ്ടേതി അങ്ങനെ രാജാവ് പറഞ്ഞു. ഗച്ഛ ഗച്ഛേതി രാമനും പറഞ്ഞു. അങ്ങനെ വേഗത കൂട്ടി, ഇല്ലേ, സ്പീഡ് എടുത്തു. ആ തേര് ടേക്ക് ഓഫ് ചെയ്തു, ശരിക്കും സ്പീഡ് കൂട്ടി അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ വേഗത കൂടി പൊടിപടലങ്ങൾ കണ്ണിൽ നിന്ന് മറഞ്ഞ് പോകുന്നതുവരെ രാമൻ്റെ ആ പ്രയാണം നോക്കി നിന്നു. ഓരോരോ വൃക്ഷങ്ങളും ഭഗവാൻ മധുരയിലേക്ക് പോകുമ്പോൾ വർണ്ണിക്കുന്നുണ്ട്. വനമാത്ത മൃഗം വിഷണ്ണ വൃക്ഷം, മാന് മയില് പശു, വികാരാധീനാവേണ്ട നമുക്ക് ആ രംഗം ഓർമ്മിക്കാൻ കഴിയില്ല കേട്ടോ. ഭാഗവതത്തിൽ ഓരോന്നും കൃഷ്ണൻ സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ മണത്ത് നോക്കുകയാണത്രേ. ഏതെങ്കിലും നീല നിറത്തിലൊന്ന് കാണുമ്പോൾ അല്ലേ, ഗ്രാണിച്ച് നോക്കുകയാണ്. നീല നിറത്തിൽ വന്നപ്പോൾ കുതിച്ചെത്തുകയായി ഗോക്കൾ. നീല നിറം കണ്ട കൃഷ്ണനാണെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വരികയാണ്, ഓടി വരികയാണ്. അയ്യോ കൃഷ്ണനല്ല എന്ന് ഓർക്കുമ്പോഴോ കണ്ണീരൊലിപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പശുക്കള്, മാന്, മരങ്ങളടക്കം ദുഃഖച്ചായയിൽ ആണ്ട വല്ലാത്തൊരവസ്ഥ. ഗ്രഹണമൊക്കെ ബാധിച്ച പ്രപഞ്ചം നിശ്ചലാവലുണ്ടല്ലേ, അതേപോലെ പൊടിപടലങ്ങൾ മറയുന്നത് വരെ നോക്കി നിന്നു. കണ്ണുനീര് വാഴ്ത്ത് ഈ താമരയുടെ ഇലയിലത്തെ വെള്ളം ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് അതിങ്ങനെ ഉതിർന്ന് വീഴുന്നത് പോലെ കണ്ണുനീര് സ്ത്രീകളുടെ കണ്ണിൽ നിന്ന് ഉതിർന്ന് വീഴാൻ തുടങ്ങി. അങ്ങനെ പൊടിപടലങ്ങൾ മാത്രമായി ആ തേര് അങ്ങോട്ട് പോയി എന്ന് പറയുകയാണ്. ദശരഥൻ ആവട്ടെ താങ്ങാൻ വയ്യാണ്ട് നിലംപതിച്ച് വേരറ്റ ഒരു വൃക്ഷം പോലെ കാറ്റത്ത് മറിഞ്ഞു വീഴുന്നത് പോലെ അതാ വീണിരിക്കുന്നു. നിപപാദൈവ ദുഃഖേന ഹതമൂല ഇവ ദ്രുമ, വേര് പുഴങ്ങി വീണതായിട്ടുള്ള വൃക്ഷം പോലെ ദശരഥൻ സഹിക്കവയ്യാണ്ട് അവിടെ വീണു. ചിലരൊക്കെ ആ തേരിൻ്റെ പിന്നാലെ ഓടിച്ചെന്നു. ആ രാമമാതാവേ, രാമൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ഇത് സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ തേര് പോയത് കണ്ടു. രാമൻ തിരിഞ്ഞ് നോക്കിയില്ല എന്ന് പറയണം. കാരണം തൻ്റെ അച്ഛനമ്മമാർ പിന്നാലെ ഓടി വരുന്നത് കാണാനോ, ഒരുപക്ഷെ അച്ഛൻ വീണിട്ടുണ്ടാവാം, അത് കാണാനോ രാമന് മനസ്സിന് ഉറപ്പില്ല. അപ്പോൾ പറഞ്ഞു, സുമന്ത്ര വേഗം വിട്ടോളൂ, ഇനി പിന്നാക്കമില്ല, വേഗത കുറയ്ക്കണ്ട. അപ്പം ശരഥൻ വീണ്ടും നീട്ടിട്ട് പറഞ്ഞു, എങ്ങനെയൊക്കെയോ മൂർച്ഛിച്ച് വീണോടത്തുനിന്ന് നീട്ടിട്ട് നിൽക്കൂ രാമ എന്ന് വീണ്ടും പറയുകയാണ്. നിൽക്കണ്ട സുമന്ത്ര, കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. അഥവാ എന്തേ രാജാവ് പറഞ്ഞത് കേൾക്കാഞ്ഞെന്നൊന്നും ഇനി വിചാരിക്കണ്ട, കേട്ടില്ല എന്ന് പറഞ്ഞാൽ മതി, വിട്ടോളൂ എന്നാണ്. അതുകൊണ്ട് ഇനി പിന്നാക്കമില്ല. ഏതൊരു പ്രകാരത്തിൽ ഒരു അമ്മയായ പശു അതിൻ്റെ കുട്ടി എവിടേക്കെങ്കിലും പോകുമ്പോൾ
പിന്നാലെ തിരക്കിട്ട് ഓടുന്നുവോ അതുപോലെ പുത്രവത്സലയായിരിക്കുന്ന കൗസല്യ പിന്നാലോടി ബദ്ധവത്സായധാധേനു രാമമാതാവ് അഭ്യതാവത ഓടി. എപ്രകാരം അമ്മയായ പശുകുട്ടിയുടെ പിന്നാലെ ഓടിയോ അതേപോലെ രാമമാതാവ് പിന്നാലെ ഓടി. തിരിഞ്ഞു നോക്കാതെ രാമൻ ഓടി. തേര് ഓടിച്ചു. സുമന്ത്രനോട് തേര് ഓടിച്ചോളാനായിക്കൊണ്ട് പറഞ്ഞു. വേറെ വഴിയൊന്നുമില്ല. നൃപൻ വീണ്ടും നിൽക്കുക എന്ന് പറഞ്ഞു. അതൊന്നും കേൾക്കാണ്ട് വിട്ടു. ആ കുതിരയെ സുമന്ത്രൻ നന്നായിട്ടങ്ങനെ തെളിക്കുകയാണ്. ഏതായാലും എല്ലാവരും പറഞ്ഞു, രാമൻ്റെ ശരീരം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ, ഒരിക്കലും രാമൻ ഇവിടുന്ന് പോയിട്ടില്ല, പോവില്ല. ഞങ്ങളുടെ എല്ലാ മനസ്സ് രാമൻ്റെ ഒപ്പമാണ്. മനസാപ്യശ്രുവേഗേ അശ്രുവേഗേന നവർത്തതമാനുഷം. അവരൊക്കെ കണ്ണിന് കണ്ണീരും കരളും, അവരുടെ കണ്ണും അവരുടെ കരളും രാമനിൽ നിന്ന് മടങ്ങിയില്ല. അവർ മടങ്ങിപ്പോയി. ഇനി തേര് പോയിട്ട് ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്താ? പക്ഷെ അവരുടെ മനസ്സും കരളും ഹൃദയവും ആരുടെ കൂടെയായിരുന്നു? രാമൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ നൃപൻ വളരെയേറെ ഒരു പ്രതിമ പോലെ നോക്കി നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങടിഞ്ഞ് എന്താണ് ചെയ്യേണ്ടത്? തേഷാം ഭജ സർവ ഗുണോപപന്നം പ്രസിന്നഗാത്ര പ്രവിഷണ്ണരൂപ നിശമ്യരാജ കൃപണസ്സ ഭാര്യോ പ്രവർത്തിതത്വം സുതമീക്ഷമാണ്. തൻ്റെ സുതനെ ഈക്ഷമാണ് കണ്ടിട്ട് നോക്കി നിന്നിട്ട് ഏതുപോലെ പ്രസിന്നഗാത്ര വളരെ ക്ഷീണിതമായ ശരീരത്തോടുകൂടി യാതൊരു ചലനവുമില്ലാണ്ട് വേർത്ത് വിവശനായിട്ട് ഒരു പ്രതിമ നിൽക്കുന്നത് പോലെ യാതൊരു ചലനവും കൂടാതെ പത്നിയായ കൗസല്യോട് കൂടിയിട്ട് ആ പൊടിപടലങ്ങൾ ഇങ്ങനെ മാത്രമായി. തേര് ചെറുതായി ദൂരത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ചെറുതാവുമല്ലോ, ലെൻസ് ചെറുതായി ആ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയിട്ട് ആ പൊടിപടലങ്ങൾ മാത്രമാവുന്നത് വരെ മാത്രമായിട്ടും അവിടുന്ന് പോകാൻ തോന്നാണ്ടേ ഒരു പ്രതിമ നിൽക്കണ പോലെ നിന്നു എന്നും പറഞ്ഞിട്ടാണ് രാമൻ്റെ വനപ്രയാണം. ഇനി അയോധ്യ വിലാപമാണ്. രാമൻ്റെ വിയോഗത്തിൽ അയോധ്യ മുഴുവനെ ദുഃഖിക്കണതായിട്ട് സർഗത്തിൽ ചില ശ്ലോകങ്ങൾ. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് കുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.